കടലമ്മ കാര്യങ്ങള തെറ്റത് ചെന്നത് കടലമ്മ അതെങ്ങനെ പാടല്ലേ അതെങ്ങനെ നീ ഇപ്പൊ പാടിയല്ലേ എനിക്ക് കടലമ്മ കരയല്ല പെറ്റത് കടലമ്മ പെറ്റത് കടലമ്മ കരയല്ല പെറ്റത് വരല്ല പെറ്റത് കാര്യന്റെ മക്കളാ കടലിലെ നിങ്ങൾ പാറപ്പള്ളിയിലുള്ള? ഞാൻ പാറപ്പള്ളിയിലല്ല, ഞാൻ ഈ പാറപ്പള്ളിന്റെ അടുത്തുള്ള ഒരു കടയിലാണുള്ളത്. അതാ ഈ പാറപ്പള്ളിയിലെ അടുത്തുള്ള ഒരാളാണ്. ഈ പാറപ്പള്ളിയുടെ പ്രത്യേകത എന്താണ് പറയൂ? പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന മക്ബറയും കാര്യങ്ങളും. ആ മക്ബറയുടെ പ്രത്യേകത എന്താണ്? അത് തമീമുൽ അൻസാരി റളിയല്ലാഹു അൻഹു അല്ല, അവരാണ് ഇവിടെ കിടക്കുന്നത്. കൂടെയുള്ള സഹാബാക്കൾ എല്ലാവരും ഉണ്ട്. ഓഹോ, അങ്ങനെയാണല്ലേ. പാറപ്പള്ളി ഉസ്താദ് എന്ന് പറയുന്ന പാറപ്പള്ളി തങ്ങളുടെ ഒരു ദർഗയാണ് ഇവിടെ ഉള്ളതല്ലേ ഉസ്താദെ? അതിനാണ് അദ്ദേഹം ഒരു മതത്തിൻ്റെ മാത്രം ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയല്ല. അദ്ദേഹം മനുഷ്യകുലത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു മഹാമനുഷ്യനായിരുന്നു എന്നാണ് ഇവിടെ വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ജാതി മതഭേദമന്യേ എല്ലാവരും ഇവിടെ സന്ദർശിക്കാൻ വരുന്നുണ്ട്. ഇവരൊക്കെ തൃശ്ശൂരിൽ നിന്ന് ഇവിടെ വന്നതാണല്ലേ? തൃശ്ശൂരിൽ നിന്ന് വന്നതാണ്. അത്രയും ദൂരം താണ്ടി ഇവിടെ വരുന്നെങ്കിൽ അതൊരു വലിയൊരു കേന്ദ്രം തന്നെയായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, നിങ്ങളെ കുട്ടികളാണ് ഇതൊക്കെ? ഡോക്ടർ ഖലീൽ ഇടവണ്ണ. കടലേ കടലേ ആത്മാവിലും നീരുന്ന ചിന്തയുണ്ടോ, നീറുന്ന ചിന്തകളുണ്ടോ? കടലേ നീല കടലേ കടലിനോ പാടും പാടി നെഞ്ഞു നേരിയ പട്ടുറുമാ സാഗരങ്ങളെ ഒരു സാഗരങ്ങളെ പാടി പുണർത്തുമീ സംഗീതമായി സംഗീതമേ സാഗരങ്ങളെ ചന്ദ്രികേ. ആനന്ദത്തിനിടയിൽ എന്തോ സീരിയസ് ആയിട്ടുള്ള എന്തോ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സീരിയസ് ആയിട്ട് എന്ത് കാര്യം ഉണ്ടായാലും നമ്മൾ ആനന്ദം നഷ്ടപ്പെടാൻ അത് കാരണമാവരുത്. ഏതാ പാലപ്പള്ളി കണ്ടുവരുന്ന ആൾ എന്താണ് വടകരയിൽ നിന്ന് പാലപ്പള്ളി കാണാൻ വന്ന നാദാപുരം. നാദാപുരം നമ്മളെ ഇളയമ്മ നാദാപുരാണ്. ഇപ്പൊ ബത്തേരിയിലെ മുനിസിപ്പൽ ഞങ്ങൾ ബാച്ചുകൾ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് പാറപ്പള്ളിയുടെ വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ആ പാട്ടുകളൊക്കെ മനോഹരമായിട്ടുള്ള പാറപ്പള്ളിയുടെ പുറത്തു കൂടിയാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ ഇത് എവിടെ നിന്ന് എന്താണ് കുട്ടികളെ പറയാനുള്ളത്? നിങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വന്നതാണ് പാറപ്പള്ളി കാണാൻ വേണ്ടി. പാലപ്പള്ളിയിൽ നിന്ന് പാലപ്പള്ളിയിൽ നിന്ന് പാറപ്പള്ളി എങ്ങനെയുണ്ട് ഈ സ്ഥലം? ഗംഭീരമായിട്ട്. ഓ, വെരി ഗുഡ്. എന്താണ് പാറപ്പള്ളി എന്ന് പറയുന്നത് കേട്ടോ? ഈ പാറയുടെ പുറത്തൊരു പള്ളി ഉള്ളതുകൊണ്ടാണ് ഈ പള്ളി സ്ഥലത്തിന് പാറപ്പള്ളി എന്ന് പേര് വന്നത്. ായിട്ടുള്ള ഐസ്ക്രീം കച്ചവടം. എന്താണ് ഇവിടെ എല്ലാതരം ഐസ്ക്രീമും ലഭ്യമായി. സുഭാഷ് ഭായുടെ ഐസ്ക്രീം. ഇവിടെ ഈ ബീച്ച് കാണാൻ വരുന്നവരും ഈ മക്കാം സന്ദർശിക്കുന്നവരൊക്കെ ഈ ഐസ്ക്രീം കഴിച്ചിട്ടാണ് യാത്ര തുടങ്ങുന്നതും അവസാനിക്കുന്നത്. ഈ ബീച്ചിന്റെ എന്താ പറയുക സന്ദർശകർ നല്ലൊരു അനുഭവമാണ്. ഇതാ പാറപ്പള്ളി, യുവ പാറപ്പള്ളി. കാപ്പാട്ടേക്ക് പോകേണ്ട യാത്ര ഞങ്ങൾ തൽക്കാലം തല തിരിച്ചു വിട്ടതാണ്.
ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊയിലാണ്ടി കഴിഞ്ഞ് എന്താ പറയാ വണ്ടിയിൽ നിന്ന് തിരിഞ്ഞു പോകുന്ന ഒരു സ്ഥലമാണ്. അപ്രതീക്ഷിതമായി ഞങ്ങൾ കണ്ടെത്തിയ ഒരു ഡെസ്റ്റിനേഷനാണ്. വളരെ കാപ്പാടിന്റെ തൊട്ടടുത്താണ്. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. വിശ്രമ കേന്ദ്രമാണ്. അവിടെ പാരപ്പള്ളി വിശ്രമ കേന്ദ്രമുണ്ട്. കണ്ടോളൂ, അരുണ ജ്വല്ലറി സ്പോൺസർ ചെയ്തിരിക്കുന്ന വിശ്രമ കേന്ദ്രമുണ്ട്. ഇവിടെ പാരപ്പള്ളി ഒരു വലിയൊരു മക്കാമുണ്ട്. പാരാപ്പള്ളി, തിരുപ്പള്ളി, ആനപ്പള്ളി. നമുക്ക് പാരപ്പള്ളിയെ കുറിച്ച് 2 വാക്ക് നമ്മളോട് ഇവിടുത്തെ ആളെന്നെ പറഞ്ഞത്. നിങ്ങൾക്കറിയില്ല, പേടിച്ചു പോയിരിക്കുകയാണ് ഇവര്. മിക്സ് ആയിട്ടുള്ള നമ്മള് അല്ലേ. ഇത് പാരപ്പള്ളിയിലെ ഒരു പ്രത്യേകതയാണ്. ലോകത്ത് എവിടെയും കാണാത്തൊരു അത്ഭുതം. ഇതിലെല്ലാ രുചിയും ഉണ്ട് അല്ലേ. ഇത് കണ്ടോ, പാരപ്പള്ളിയിലെ ഒരു സുവനീർ എന്നൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. പക്ഷെ നമ്മളെ വയറിപ്പോൾ ഫുള്ളായി കിടക്കുകയാണ്. ആർക്കോ വേണമെങ്കിൽ വാങ്ങിക്കൊണ്ടുപോകാം. പിന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങൾ മറികടന്ന് നമ്മൾ യാത്ര പോവുകയാണ്. പാറപ്പള്ളിയിലെ മനോഹരമായ അനുഭവങ്ങളൊക്കെ അവസാനിച്ച് നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ വളരെ നല്ലൊരു അനുഭവമായിരുന്നു. പാറപ്പള്ളി എന്നുള്ള പേരും സ്ഥലവും എല്ലാം ഞങ്ങൾക്ക് അജ്ഞാതമായിരുന്നു. ഇന്ന് ഞങ്ങൾ മറ്റുള്ളവരോട് കൂടി പറയും, നിങ്ങൾ പാറപ്പള്ളി സന്ദർശിക്കണമെന്ന് പറയും എന്നുള്ള രീതിയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. പാറപ്പള്ളിയിൽ പാറപ്പള്ളി